വിമോചന സമരം ലക്ഷ്യപ്രാപ്തിയിലെത്തി. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇന്ദിരാഗാന്ധിയിലൂടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ നിലപാടിനെ സ്വാധീനിച്ച് അനുകൂലമാക്കുകയും ചെയ്തു. EMS സർക്കാരിനെ പിരിച്ചുവിട്ട ദിവസം നെഹ്റു എന്ന ജനാധിപത്യവാദിയുടെ തൂവലിൽ ഒന്ന് കറുത്ത നിറമാകുന്നതും ചരിത്രം കണ്ടു. അങ്ങനെ സംഭവബഹുലമായിരുന്നു 1960 ശേഷമുള്ള കേരള രാഷ്ട്രീയം. കോൺഗ്രസും PSPയും മുസ്ലിം ലീഗും ഒത്തൊരുമിച്ച് പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്തി. നിയമസഭയിലെ മൂന്നാമത്തെ വലിയ കക്ഷിയായ PSP നേതാവ് പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായതിൽ അസംതൃപ്തരായവർ നിരവധിയായിരുന്നു. പട്ടത്തിൻ്റെ കാര്യശേഷിയും അമിതാധികാര കേന്ദ്രീകരണത്തെയും മുളയിലെ നുള്ളാൻ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞില്ല. R. ശങ്കറിന് ഉപമുഖ്യമന്ത്രിയാകുന്നതിനോട് ആദ്യം തൊട്ടുതന്നെ യോജിപ്പില്ലായിരുന്നെന്ന് രാഷ്ട്രീയ ചരിത്രം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നു മാത്രമല്ല, പട്ടത്തിൻ്റെ എന്തിനും പോരുന്ന മട്ടിലുള്ള നിലപാടുകൾ പലരെയും നിരന്തരം അലോസരപ്പെടുത്തി. ജവഹർലാൽ നെഹ്റുവിൻ്റെ മുന്നിൽ പട്ടത്തിനെതിരായ നിവേദനങ്ങൾ ഇടയ്ക്കും മുറയ്ക്കും നേരിട്ടും തപാലിലും എത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇടപെട്ടു. R. ശങ്കറും PT ചാക്കോയും അവരുടെ സ്വാധീനശേഷി മാരക പ്രഹരശേഷി ഏൽപ്പിക്കാൻ കഴിയുന്നതാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ ബോധ്യമാക്കുകയും ചെയ്തു. ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും പട്ടം താണുപിള്ളയ്ക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കാൻ അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. ലാൽ ബഹാദൂർ ശാസ്ത്രിയെ കേരളത്തിലേക്ക് അയച്ചത് കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാനായിരുന്നു. പക്ഷേ ശാന്തനും സൗമ്യനും മൃദുഭാഷിയുമായ ശാസ്ത്രി അനുനയത്തിൽ പറഞ്ഞിട്ടൊന്നും പട്ടം തൻ്റെ നിലപാടിൽ യാതൊരു മാറ്റവും വരുത്താൻ ഒരുക്കമായിരുന്നില്ല. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും തദ്ദേശീയ നേതൃത്വത്തിനും വ്യക്തിപരമായി പട്ടത്തോട് ഒരു മുൻ കോൺഗ്രസ്സുകാരനോടുള്ള കലിപ്പ് പൂർണ്ണമായും അടങ്ങിയിരുന്നുമില്ല, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക്. ഒടുവിൽ പട്ടം താണുപിള്ളയോട് ലാൽ ബഹാദൂർ ശാസ്ത്രി പഞ്ചാബ് ഗവർണറായി അവരോധിക്കാമെന്ന് പറഞ്ഞു നോക്കി. പട്ടത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തേരോട്ടം നടത്താനായിരുന്നു താൽപ്പര്യം. എന്നാൽ അതിനുവേണ്ടി R. ശങ്കറിനോടും PT ചാക്കോയോടുമൊന്നും അനുനയപ്പെട്ടു പോകാൻ പട്ടം ശ്രമിച്ചതുമില്ല. സംഗതി കടുംവെട്ടിന് കാരണമായി. ഗവർണർ പദവി സ്വീകരിച്ച് പട്ടം പഞ്ചാബിന് പോയാൽ കേരള രാഷ്ട്രീയം ശാന്തമായി ഒഴുകുമെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്ന് ശാസ്ത്രി പറഞ്ഞു. ഇത് പട്ടത്തിൻ്റെ കണ്ണ് നനയിച്ചു. സ്വന്തം നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുകയും അനാവശ്യമായ രാഷ്ട്രീയ സന്ധി ചെയ്യലുകൾക്ക് മുതിരുകയും ചെയ്യാതിരുന്ന താൻ ജന്മനാട്ടിൽ ഒരധികപ്പറ്റാണെന്ന പറച്ചിൽ പട്ടത്തിന് സഹിക്കാനാവുമായിരുന്നില്ല. താൻ കേരളം വിട്ടാൽ ഇവിടെയെല്ലാം മംഗളകരമാകുമെങ്കിൽ പഞ്ചാബെങ്കിൽ പഞ്ചാബ് എന്ന് ഒടുവിൽ പട്ടം നിശ്ചയിച്ചു. ഒരുപക്ഷെ അച്ഛൻ്റെ കണ്ണു നിറയുന്നതും മനസ്സിടറുന്നതും അന്നാണ് ആദ്യമായി പട്ടം താണുപിള്ളയുടെ മകൾ സരസ്വതി കണ്ടത്. വീട്ടിൽ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും കാര്യമായി അച്ഛൻ ചർച്ച ചെയ്യുന്നത് മകൾ കേട്ടിട്ടുമില്ല. മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞു വന്നപ്പോൾ ഒഴിഞ്ഞ കീശ മാത്രമായിരുന്നു കൈമുതൽ. അമ്മയ്ക്ക് സർക്കാർ ജോലിയും ശമ്പളവും ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് അല്ലലില്ലാതെ 4 മക്കൾ പുലർന്നതെന്നും ഈ മകൾ ഓർത്തെടുത്തിട്ടുണ്ട്. പഞ്ചാബിലേക്ക് പട്ടം യാത്രയായി. അവിടെ വെച്ച് സ്ട്രോക്ക് വന്നു. ഗവർണർ പദവി ഒഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങി. സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട പറഞ്ഞ പട്ടം തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് അകന്നുപോയി. ഇതൊക്കെ ചരിത്രം. എന്നാൽ മകൾ സരസ്വതിക്ക് സ്വന്തം അച്ഛനെ നാട് കടത്തിയെന്നൊക്കെ പറയുന്നതിനോട് യോജിക്കാനാകുന്നില്ല. കാരണമുണ്ട്. സാമൂഹ്യ നന്മയിൽ മാത്രം ശ്രദ്ധയർപ്പിച്ചാണ് അച്ഛൻ പ്രവർത്തിച്ചിട്ടുള്ളതെന്നും മറ്റ് മാനദണ്ഡങ്ങൾക്ക് പിന്നാലെ പോകാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ലെന്നും മകൾ വിശ്വസിക്കുന്നു. പട്ടത്തിനെതിരെ ഗൂഢാലോചന നടത്തിയവരെക്കുറിച്ചോ ശീതള ചായ സ്വപ്നം കണ്ടവരെക്കുറിച്ചോ പട്ടത്തിൻ്റെ മകൾക്ക് പരാതിയില്ല. മനസ്സുകൊണ്ട് ഏറെ വേദനിച്ചായിരുന്നു അച്ഛൻ പഞ്ചാബിലേക്ക് യാത്രയായത്. പരിചിത ലോകത്തു നിന്നും അപരിചിത ലോകത്തേക്കുള്ള യാത്ര പട്ടത്തിൻ്റെ മനസ്സിനെയും ശരീരത്തെയും പ്രതികൂലമായി ബാധിച്ചു. ഒടുവിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും പട്ടം താണുപിള്ള എന്ന പ്രതാപിയായ രാഷ്ട്രീയ നേതാവും ചരിത്രത്തിൻ്റെ വിസ്മൃതി പ്രദേശത്തേക്ക് മായുന്നതാണ് നാം കണ്ടത്. പട്ടം താണുപിള്ളയ്ക്ക് രാഷ്ട്രീയ പിന്തുടർച്ചക്കാർ തൻ്റെ പരമ്പരയിൽ നിന്നുണ്ടാകണമെന്ന മോഹമുണ്ടായിരുന്നില്ല. അതിനുവേണ്ടിയുള്ള പ്രയത്നം അദ്ദേഹം നടത്തിയതുമില്ല. അതുകൊണ്ട് തന്നെയാകണം 4 മക്കളും ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മക്കളെന്ന ഖ്യാതി പറഞ്ഞ് ജീവിച്ചതുമില്ല. അനന്തര തലമുറകൾ വിദേശങ്ങളിൽ അഭയം കണ്ടെത്തിയതും മുത്തച്ഛൻ്റെ മനസ്സിൽ തീരാ മുറിവ് നൽകിയ ഈ നാട്ടിലേക്ക് മടങ്ങി വരണമെന്ന് കരുതാത്തതും അതുകൊണ്ടാകാം. അധികാര രാഷ്ട്രീയം ഒരേ സമയം കിരീടവും ചെങ്കോലും നൽകിയെന്നിരിക്കാം. എന്നാൽ പലപ്പോഴും കിരീടം മുൾക്കിരീടമായി രൂപാന്തരപ്പെടുന്നതിനും ചെങ്കോൽ സ്വന്തം ഹൃദയത്തിനു നേരെ പാഞ്ഞു വരുന്നതിനുമുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല.
പട്ടം താണുപിള്ള എന്ന ഉഗ്രശാസനനായ രാഷ്ട്രീയ നേതാവിൻ്റെ പ്രഭവകാലവും അസ്തമയകാലവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ഇതൊക്കെയാണ്.